മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് നടൻ കണ്ണൻ സാഗർ. കണ്ണൻ സാഗറിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നേരത്തെയും വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടൻ കണ്ണൻ സാഗറിന് അനുഭവിക്കേണ്ടി വന്ന വാർത്തകളാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പട്ടിണി കിടക്കേണ്ടി വന്ന അവസ്ഥയെക്കുറിച്ചും 4 ദിവസം അനങ്ങാൻ പോലും പറ്റാതെ പോയതിന്റെ അവസ്ഥയെക്കുറിച്ചുമൊക്കെയാണ് കണ്ണൻ സാഗർ തുറന്നു പറയുന്നത്. നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ തരുമെന്നാണ് ഉള്ളിൽ വലിയ പ്രതീക്ഷകളൊക്കെ സംഭവിക്കുക. ആദ്യ ഷോ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ മുതലുള്ള തന്റെ സന്ദർഭങ്ങളെക്കുറിച്ചും തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെയാണ് കണ്ണൻ സാഗർ തുറന്നു പറയുന്നത്. ദുബായിൽ മാത്രമല്ല, ഖത്തർ, ബഹ്റൈൻ തുടങ്ങി 3-5 രാജ്യങ്ങളിലേക്ക് അന്നൊരിക്കൽ പരിപാടിക്ക് പോയിരുന്നു. പരിപാടിയൊക്കെ കഴിഞ്ഞ പിറ്റേന്ന് ഉച്ചയ്ക്ക് പാർട്ടിയും കഴിഞ്ഞു. അതിന്റെ തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് തിരികെ പോന്നു. വരുന്നതിനന്ന് വെളുപ്പിന് സംഘാടകർ ചിലർ അടുത്തു വന്നു. എന്നിട്ട് ഓരോരുത്തരുടെയും പേയ്മെന്റിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു. നസീറിന്റെ എത്രയാണെന്നും ചോദിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പൈസ എണ്ണിക്കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു ചെക്കനും കൊടുത്തു. അത് അവിടെ നിന്ന് മാറി എടുക്കാം, അതല്ലെങ്കിൽ നാട്ടിൽ കൊണ്ട് വന്നിട്ട് മാറാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അടുത്തത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അബിക്കയാണ് അത് തീരുമാനിക്കുന്നത്. അത് സാരമല്ല, നിങ്ങൾ അഭിനയിക്കാൻ വന്നതല്ലേ, നിങ്ങളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സ്കിറ്റിൽ ഏറ്റവും മനോഹരമായി ചെയ്തത് നിങ്ങളാണെന്നും പ്രതിഫലം എത്രയാണെന്ന് പറയാനും പറഞ്ഞു. അപ്പോഴും അബിക്കയോട് പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇവരോട് എത്രയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്തേലും വാവിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്ന് കരുതി. അവർ നിർബന്ധിച്ചപ്പോൾ ഞാനൊരു തുക പറഞ്ഞു. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. കുറച്ചു കഴിഞ്ഞ് അബിക്ക വിളിച്ചു. നീ എന്തിനാടാ സാമ്പത്തികത്തിന്റെ കാര്യമൊക്കെ പറയാൻ പോയത്? ചോദിച്ചു വഴക്കായി. ചൂടാവുകയും വലിയ പ്രശ്നവുമായി. ചിലപ്പോൾ എനിക്ക് വേണ്ടി കൂടുതൽ തുക എന്തെങ്കിലും പറഞ്ഞു കാണും. എനിക്കാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുമുണ്ട്. ബാക്കി എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കിട്ടിയെങ്കിലും എനിക്ക് മാത്രം ഒന്നും കിട്ടിയതുമില്ല. വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിപ്പോകാമെന്ന് കരുതിയെങ്കിലും സാമ്പത്തികവും കിട്ടിയില്ല. അങ്ങനെ വെളുപ്പിന് 6:30 എല്ലാവരും പോകാൻ ഒരുങ്ങി. ഞാനും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റിസപ്ഷൻ അടുത്തെത്തിയപ്പോൾ പറയുന്നു, കണ്ണന് ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, മിക്കവാറും ഇന്ന് വൈകിട്ടോ നാളെയോ ആവുകയുള്ളൂ എന്ന്. ഭാഷയും അറിയില്ല. എനിക്ക് അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല, നോക്കാമെന്നായി. ബാക്കി എല്ലാവരും വണ്ടിയിൽ കയറിപ്പോയി. ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്നു. കമ്മിറ്റിക്കാരോട് സാമ്പത്തികം സംസാരിച്ചത് കൊണ്ട് നിനക്കുള്ളത് അവർ തരുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഒരു 4-5 ദിവസം ഞാൻ അവിടെ കിടന്നു. ആദ്യത്തെ 2 ദിവസം ഭക്ഷണമൊക്കെ ഏജന്റുമാർ കൊണ്ടു തന്നു. പിന്നെ ഞാൻ കയറി പോയിട്ടുണ്ടാവുമെന്ന് കരുതി. ഹോട്ടലിന്റെ റിസപ്ഷനിൽ പോയി ഭക്ഷണം എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കും. അന്ന് എന്റെ കയ്യിൽ ഫോണില്ല. റിസപ്ഷനിൽ നിന്ന് വിളിക്കണമെങ്കിൽ പോയിന്റ് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം. ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഭയങ്കര വേദനയായി പോയി. പിറ്റേന്ന് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എന്തായിരുന്നു, അതൊക്കെ ഓർത്തൊക്കെ വേദനയായി പോയെന്നും കണ്ണൻ എടുത്തു പറയുന്നു. കണ്ണൻ പറയുന്ന ആ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. പട്ടിണിയായി പോയി, ടിക്കറ്റ് പോലും എടുക്കാനില്ലാതിരുന്ന കാശിൽ അകപ്പെട്ടു പോയത്. ജീവിതത്തിൽ തനിക്ക് നേടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പലതാണ്. അതിനെയൊക്കെ ഓർത്ത് പറയുകയാണ് കണ്ണൻ ഇപ്പോൾ. വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്നതിനെ പറ്റിയാണ് ഇപ്പോൾ തന്റെ അഭിമുഖത്തിൽ പറയുന്നത്. നടനും മിമിക്രി താരവുമൊക്കെയായ കണ്ണൻ സാഗർ മലയാളികൾക്കേറെ പ്രിയങ്കരനാണ്. ഒത്തിരി വർഷങ്ങളായി മേഖലയിൽ സജീവ താരം, സ്റ്റേജ് പ്രോഗ്രാമുകളും ടെലിവിഷൻ പരിപാടിയുമൊക്കെ ശ്രദ്ധേയനുമാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.